7-11 നിന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കയറ്റുകയാണ്. എന്താ എന്നാൽ രാവിലെ 7-11 നിന്ന് മേടിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എല്ലാവരും. ആദ്യം നമുക്ക് റൈസും പോർക്കിലെ ഒരു പോർക്കിനെ അങ്ങനെ കുത്തിയെടുത്ത് കുറച്ച് റൈസ് എടുത്ത് ക്യാരറ്റും വെജിറ്റബിൾസും എടുത്തിട്ട് ചെറിയൊരു പച്ചരയുടെ അല്ല. അങ്ങനെ അടുത്ത സുപ്രഭാതം പൊട്ടിവിടർന്നിരിക്കുകയാണ്. നമ്മൾ രാവിലെ 7-11 പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മേടിച്ച് കഴിച്ച് ഇപ്പോൾ 10:30 ആയപ്പോൾ ചെക്കൗട്ട് ചെയ്തിറങ്ങുകയാണ്. നമ്മൾ പോകുന്നു കോഫങ്കാനിലേക്ക്. ഓനാങ്ങിൻ്റെ തെരുവുകൾക്ക് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് ചെയ്യുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കോപ്പൻഹാഗൻ. എങ്ങോട്ടാണ് പോകുന്നത്? കോഫങ്കാമല്ല, കോഫങ്കാൻ. ഇവര് കോപ്പങ്കാൻ. ആദ്യം ഇവിടെ നിന്ന് ഇവർ ബസ് എടുത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോകുന്നു ഒരു എക്സ്പ്രസ് ബോട്ടോ അങ്ങനെ ബോട്ട് കയറി നമ്മൾ കോഫങ്കാൻ പോകും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് നമ്മൾ കാണിക്കുകയാണ്. ഇങ്ങനൊരു ബസ് ആദ്യം കേട്ടോ. സ്പേസ് ഉണ്ട്. നമുക്കൊരു ബാഡ്ജൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. കോഫങ്കാനിലോട്ട് പോകുന്നവർക്ക് അങ്ങനെ, കോത്താവ് പോകുന്നവർക്ക് അങ്ങനെ, ഓരോരുത്തർക്ക് ഓരോ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ പോലെ ഒട്ടിക്കാനായിട്ട് നെഞ്ചത്ത്. നമ്മൾ ബസ് ഇറങ്ങി ഇനി അടുത്ത നമ്മളുടെ ബോട്ട് എടുക്കാനുള്ള യാത്രയിലോട്ടാണ്. For example, we would like to point out the features behind the passenger cabin on the അപ്പോൾ നമ്മളൊക്കെ താഴെ എത്തുമ്പോൾ നമ്മളുടെ താഴെ ഇരുന്നു നേരെ മുകളിലോട്ട് കയറി വന്നു. പക്ഷെ എന്തായാലും അവിടെ നിന്ന് തന്നെ നമ്മൾ പാക്കേജ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ അവർ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 150 ആയിരുന്നു പറഞ്ഞത്. ഞങ്ങൾ അതിലും കുറച്ച് ഇവിടെ വന്നാലോ എന്ന് ഓർത്തിട്ട് വന്നപ്പോൾ 200. ഇതെല്ലാം കൂടെ പറഞ്ഞ് 7 പേർക്ക് ഒരാൾ 1000, എല്ലാവർക്കും കൂടെ 1100 വന്നു. അപ്പോൾ ഏകദേശം 157, 160 പാട്ടിൻ്റെ പരിപാടി സെറ്റായി. വലിയ കുഴപ്പമില്ല. ഏതോ എവിടെയാണ് നമ്മുടെ ഹോട്ടലിലാണ് പുള്ളി പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് തന്നെ ആയിരിക്കും. നോക്കാം. ഇപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ ഓഫ് സീസണിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബറൊക്കെ മഴയുടെ സമയം ആയതുകൊണ്ട് വളരെ ഓഫ് സീസണും ടൂറിസ്റ്റുകളൊക്കെ
വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ചിലപ്പോൾ സീസൺ ടൈമിൽ നല്ല തിരക്കായിരിക്കും. പിന്നെ ഇവിടെ മെയിനായിട്ടും ഒരു ഫുൾ മൂൺ പാർട്ടി, ഹാഫ് മൂൺ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അത് നടക്കുന്ന സമയത്താണ് ഈ ഒരു ഏരിയയിൽ, ഹാഡ്രൻ ഏരിയയിൽ ഭയങ്കര ഏറ്റവും ക്രൗഡ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ റൂം. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളല്ലേ? ബാത്റൂം എങ്ങനെ ഉണ്ടോ? ബാത്റൂം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഫുൾ മൂൺ പാർട്ടി. ഫുൾ മൂൺ പാർട്ടി കഴിഞ്ഞുകൊണ്ട് ഇവിടെ തിരക്ക്. ബീച്ചിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സിനിമ സെറ്റിൽ എന്ന പോലെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഇത് നോക്കി വന്നപ്പോൾ ഈ കടയുടെ അവിടെ എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ കയറാൻ വെച്ചു. നമ്മുടെ പാൻ കേക്ക് വന്നിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗ്ലാസ് വന്നു. അടുത്ത കോക്കനട്ട് പാൻ കേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് അവിടെ നമ്മുടെ ഒരു വെജ് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കഴിക്കാം. ചൂടുള്ള ഇപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോൾ ഒരു ഹാഡ്രിൻ വാക്കിംഗ് സ്ട്രീറ്റ് കണ്ടു. എന്നാൽ അങ്ങോട്ട് കയറാം എന്ന് കരുതി ഞങ്ങൾ നടക്കുകയാണ്. നമ്മൾ നടന്നു കയറുന്നത് വളരെ വലിയൊരു റെസ്റ്റോറൻറ്റ് ശൃംഖലയിലേക്കാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്ത ദിവസം പൊട്ടി പൊളർന്നിരിക്കുകയാണ്. നമ്മൾ രാവിലെ നീന്തലൊക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉച്ചയാവാറായി. നമുക്ക് ബ്രഞ്ച് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് നീങ്ങാം അല്ലേ? യെസ്. കണ്ണാടി വെച്ചോ, കണ്ണാടി വെച്ചോ. അപ്പോൾ നമ്മൾ നേരെ കോഫങ്ങൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. റൂമിൽ നിന്ന് നേരെ മുന്നോട്ടിറങ്ങുമ്പോൾ ബീച്ചിലേക്കുള്ള എൻട്രൻസ് ആണ്. Maybe you can go away. Yes, slowly, slowly. Don't miss the guy. പോകുന്നവർക്കൊരു ചെറിയ കട കണ്ട് നമുക്കപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാം അവിടെ നിന്ന്. ഇവിടെ ചിക്കനും എഗ്ഗും ഒക്കെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ വെജ് ഫ്രൈഡ് റൈസ് വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. ഇത് കുറച്ച് പോർക്ക്, പക്ഷേ ക്യാറ്റ് ഫിഷ്, പോർക്ക്, ചിക്കൻ ഫ്രൈഡ് റൈസ്. എണ്ണ അല്ലടാ, ഓയിലൊന്നുമില്ല. ക്യാറ്റ് ഫിഷ് കഴിക്കൂടാ നമ്മൾ? ഇല്ലല്ലോ, ക്യാറ്റ് ഫിഷ് മറ്റേ കയറുകിടുന്ന കണ്ടോ.
അടുത്തായി വന്നിരിക്കുകയാണ് ചോപ്സ്റ്റിക്സ്. വീട്ടിലിങ്ങനെ കഴിക്കാറുള്ളത് ക്ഷീണിച്ചു പോയെന്ന്. വീട്ടിൽ ഇങ്ങനെയാണ് കഴിക്കുന്നത്. എൻ്റെ വകയുടെ ഒരു അമ്മാവൻ്റെ അനിയൻ്റെ മോൻ പണ്ട് എന്നെ ചൈനയിൽ കൊണ്ടുപോയത്. അങ്ങനെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. നമുക്ക് കരിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് 900 ബാട്ടായി. ഞാൻ പെട്രോൾ അടിക്കാൻ കരുതാം. സ്പെല്ലിങ് തെറ്റാ, പക്ഷെ കുഴപ്പമില്ല. ഒരിടത്ത് കണ്ട പേരൊക്കെ കേട്ടിട്ട് ആംസ്റ്റർഡാം ബാർ എന്ന് പറഞ്ഞ കഫേയിലോട്ട് വന്നു. പക്ഷേ എന്തോ അവിടെ കയറണമെങ്കിൽ തന്നെ 100 ബാത്ത് എൻട്രി ഫീ തന്നെ. അതിനുള്ള ഒന്നുമില്ല, ചുമ്മാ അവിടെ നിന്ന് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കുടിക്കേണ്ടവർക്ക് കുടിക്കാം. ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്, വ്യൂ ഉണ്ടെന്ന് മാത്രമല്ല. അതിനെക്കാട്ടി വേണം കടലിൻ്റെ കാഴ്ച കണ്ട് ബീച്ചിരുന്ന് കഴിച്ചൂടെ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് കോഫൻകാനിലുള്ള സാലഡ് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഫ്രെയിമിന് പോകണം. ആ ബീച്ച് കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അടുത്ത് തന്നെയുള്ള വേറെ ബീച്ച് നോക്കാൻ പോവാണ്. എന്നിട്ട് ഏതാണ് ബെറ്റർ എന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ അടുത്ത് 2-3 ബീച്ചുകളുണ്ട്. അടുത്ത് കൊള്ളാവുന്നൊരു ബീച്ചിൽ കളിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അങ്ങനെ നമ്മൾ അതിനടുത്തുള്ള ആദ്യം സാലഡ് ബീച്ചാണ്. വേറോ ഇതൊരു ബീച്ച് അപ്പോൾ നമ്മൾ ഇത്ര നേരം ഹാഡിയാവും ഇനി ഇവിടെ നിന്ന് വിട പറയുകയാണ്. തിരിച്ച് നമ്മുടെ താമസിക്കുന്ന ബീച്ചിൻ്റെ സൈഡിലോട്ട് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. ആ സൈഡിലോട്ട് നമ്മൾ പോവാണ്. ഹാഡ്രിൻ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകണം. പോകുന്ന വഴിക്ക് നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചു പോകാം. അത് അപ്പോൾ അവരുടെ വണ്ടി മുകളിലാണ്. നമുക്ക് നേരെ മുകളിലേക്ക് പോകാം വണ്ടിയും കൊണ്ട്. ഞങ്ങൾ മുകളിൽ കാണാം. അമ്മ എവിടെയാണ് വണ്ടി വെച്ചത്? എന്താ ഒരു ശബ്ദം ഉണ്ടാകും? ചെറുതായിട്ടൊരു കുഴി കിടന്നു. അങ്ങനെ എല്ലാവരും വണ്ടി എടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് 7-Eleven തന്നെ കഴിക്കാം. അങ്ങനെ അടുത്ത ദിവസം പുലർന്നു. നമ്മൾ പൂളിലെ കളികൾക്ക് ശേഷം പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വന്ന കടയിൽ തന്നെ വന്നു. അങ്ങനെ നമ്മുടെ ബ്രഞ്ച് വന്നിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ്, സൂപ്പർ നീ കഴിക്കുന്നത് മറ്റേ കഴിഞ്ഞ് എന്താ പിടിക്കുന്നത്? മറ്റൊക്കെ വേണ്ടി ഞാൻ വീഡിയോ പിടിക്കും. കണ്ണാടി എടാ, ഇതിങ്ങനെയൊന്നും അല്ലടാ, നമുക്ക് പോണ്ടേ. One eternity later. അപ്പൊ അതുപോലെ ഇപ്പൊ ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ശരിയാ.
കുറച്ചുകൂടി പോയത്. സെറ്റ്. അത് ബാക്കി പോകുന്നതിന് മുമ്പ് കഴിക്കും. വേണ്ടടാ സോഫ്റ്റിക്ക് മതിയായി. ഇത് വേറെ സ്റ്റൈൽ ഫുഡാണ്. ചൈനീസ് മാറി നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ഫിഷ് വന്നിട്ടുണ്ട്. വലിയൊരു ബ്രഞ്ച് അംഗത്തിനൊടുവിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. പോവാം. കാപ്പിയോ? എല്ലാവരും പോകുന്ന സ്മൂത്തി കുടിക്കാൻ, പൈനാപ്പിൾ ഉണ്ട്, സ്മൂത്തി കുടിക്കാൻ പോവാണ്. Floating in the water. അങ്ങനെ നമ്മൾ നടന്നൊരു ഈ ബീച്ചല്ല, അപ്പുറത്ത് വേറെ ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു. Very